ഇപ്പം നമ്മളെടുത്തിരിക്കുന്ന അരിയാണ് ഇത്. പുഴുക്കലരി അല്ലെങ്കിൽ കുത്തരി എന്നൊക്കെ പറയുന്ന അരി അരക്കപ്പ് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു കപ്പിന് അരക്കപ്പ് കേട്ടോ. അതുപോലെ തന്നെ സെയിം എമൗണ്ടാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഉഴുന്ന് അരക്കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അരക്കപ്പ് പച്ചപ്പയറും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മൂന്നിനെയും ഒരു 3-4 മണിക്കൂർ നമുക്ക് കുതിരാൻ വയ്ക്കാൻ വേണം. കുതിർന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 6 മണിക്കൂർ നേരത്തേക്ക് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പൊങ്ങി വരാൻ വേണ്ടി വയ്ക്കാം. നമ്മൾ അരച്ച് വെച്ചിരുന്ന ദോശമാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് എത്ര സോഫ്റ്റായിട്ട് പൊങ്ങി വന്നിരിക്കുന്നത്. ഇനി നമുക്കിത് ദോശ ചുട്ടെടുക്കാം. ഇത് ഞാൻ ഓവർനൈറ്റ് വെച്ചതാണ് കേട്ടോ. ഓവർനൈറ്റ് ഇരുന്ന് ആണ് ഇത് പുളിച്ചിത്തരം പൊങ്ങി വന്നിരിക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കുറച്ചും കൂടി ഇടേണ്ട ആവശ്യം വരുമായിരിക്കും. ഇപ്പോൾ 1 ടീസ്പൂൺ ഇട്ട് നമുക്കൊന്ന് ഇളക്കി നോക്കാം. ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് നമുക്ക് സ്വല്പം നെയ്യ് പുരട്ടി കൊടുക്കാം. അതിലേക്ക് നമ്മുടെ മാവ് നമുക്ക് ഒഴിച്ച് കൊടുത്ത് പരത്തിയെടുക്കാം. ഞാനൊരു സ്പെഷ്യൽ ഊത്തപ്പം പോലെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് അതിന് മുകളിലേക്കുള്ള ടോപ്പിംഗ് ഇട്ട് കൊടുക്കാം. ഇനി ടോപ്പിംഗ് ഇട്ട് കൊടുക്കാൻ ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് നമ്മൾ സവോള ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിൻ്റെ കഷ്ണങ്ങൾ ചെറുതായിട്ട് ഞുറുക്കി അതിട്ട് കൊടുത്തു. അതിലൂടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുത്തു. ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുത്തു. അതിന് മുകളിൽ നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ടു. അതിന് ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടി ഒരു മുളക് പൊടി, ഒരു വെറൈറ്റിക്ക് വേണ്ടിയാണ് കേട്ടോ. ഇത് നമ്മളിട്ട് കൊടുക്കുന്ന മല്ലിയില സ്വല്പം ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതൊരു അടപ്പ് കൊണ്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. സ്വല്പം മുളക് പൊടി അതിൻ്റെ മുകളിലേക്ക് തുള്ളിയിട്ട് കൊടുത്തു. ഇനി കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തു. നന്നായിട്ട് ഒന്ന് മൊരിയാൻ വേണ്ടി കുറച്ച് സ്വല്പം എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെ, കട്ട് ചെയ്താൽ താങ്ക് യു. നല്ലത് ഞാൻ കഴിച്ചു. നല്ലല്ലേ? വെച്ചുകൊണ്ട് മസാലയൊക്കെ കുറച്ചുകൂടെ അല്ലേ? ബീഫ് പുഴുങ്ങി നോക്കലോ.